Hello everyone. Audible ആണോ? Screen visible ആണോ? Yes, okay, set ആണല്ലേ. Okay. Then ജൂൺ 2026 ടീച്ചിങ് ആപ്റ്റിലെ PYQs ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കുറച്ച് PYQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question. Under the credit-based semester system, the requirement for awarding a degree or diploma or certificate is prescribed in terms of number of credits to be completed by the students, number of articles written by the students, number of books read by the students, number of prescribed courses selected by the students. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റം അറിയാം അല്ലെ? ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ആ ഒരു റിക്വയർമെന്റ്, അതായത് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ അവാർഡ് ചെയ്യുന്നത് CBSS അല്ലെ? അതിൽ ഏതിന്റെ ബേസിസിലാണ്, ഏത് റിക്വയർമെന്റിന്റെ ബേസിസിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാണ് വരുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. യെസ്, ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്, ബി, എ, യെസ് യെസ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ ആൻസർ ഏതാണ് വരുന്നത് എന്നുള്ളത്. യെസ്, ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ടു ബി കംപ്ലീറ്റഡ് ബൈ ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എത്ര ക്രെഡിറ്റ് അല്ലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന അതിന്റെ ബേസിസിലാണ് നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് CBSS എന്ന് നോക്കണം അല്ലെ? എന്താണ് CBSS? ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റം ആണ്. ഫുൾ ഫോം പഠിക്കണം കേട്ടോ. ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ സിസ്റ്റം ആണ് CBSS എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റുഡന്റ് ക്രെഡിറ്റ് ഏൺ ചെയ്യുക ബൈ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് കോഴ്സസ് അല്ലെ? അങ്ങനെ അപ്പോഴാണ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അല്ലെ? ടു റിസീവ് അത് അപ്പൊ നമുക്ക് എന്ത് റിസീവ് ചെയ്യും? ഡിഗ്രി ആണോ അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഓഫ് ക്രെഡിറ്റ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു 120 ക്രെഡിറ്റ് ആണെങ്കിൽ ഒരു സ്റ്റുഡന്റ് മസ്റ്റ് ആയിട്ടും ആ ഒരു 120 ക്രെഡിറ്റ് ഏൺ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഒരു സ്റ്റുഡന്റ് ഡിഗ്രിയിലേക്ക് എലിജിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്, സെറ്റ് ആണല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ദി ഫോളോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് ഓപ്ഷൻ എലിമിനേഷനിലൂടെ ഒക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇതിൽ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിലൊക്കെ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ദെൻ ലിസ്റ്റ് 1 കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ്, ലിസ്റ്റ് 2 അതിന്റെ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ്, സിറ്റുവേറ്റഡ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഒബ്സർവേഷണൽ ലേണിംഗ്. ഓക്കെ, ആക്ടിവിറ്റീസ്: 2 or more students learn together. Students doing things and knowing what are they doing. Learning by imitation. Doing and learning as per circumstances. ഒന്ന് ആൻസർ ചെയ്യൂ, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത്? യെസ്, ഓപ്ഷൻ ബി. എല്ലാവരും ഓപ്ഷൻ ബി ആണോ പറയുന്നത്? യെസ്, അഗെയിൻ ഓപ്ഷൻ ബി. ദെൻ ഓക്കെ, യെസ്, ഓക്കെ. നമുക്കത് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും? നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിലിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊളാബറേറ്റീവ് ലേണിംഗ് നമുക്ക് അറിയാം വിചാരിക്കാം. കൊളാബറേറ്റീവ് ലേണിംഗ് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ് ലേണിംഗ് അറിയാം. ആക്റ്റീവ് ലേണിംഗ് എന്താന്നുള്ളത് അറിയാം വിചാരിക്കാം. അപ്പൊ എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും? യെസ് അല്ലെ? അപ്പൊ ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളത് നമുക്ക് 2 ആണെന്ന് അറിയാം. അതായത് സ്റ്റുഡൻസ് ഡൂയിങ് തിങ്സ് ആൻഡ് നോയിങ് വാട്ട് ആർ ദേ ഡൂയിങ് അല്ലെ? ആക്റ്റീവ് ലേണിംഗ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക, ആക്റ്റീവ് ആയിട്ട് ചെയ്യുക അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എ എന്നുള്ളത് 2 ആണെന്ന് നമുക്കറിയാം അല്ലെ? A2 ആണെന്ന് അറിയാം. അപ്പൊ A2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻസ് ഉള്ളൂ അല്ലെ? A2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എയും സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. കാരണം A2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻസ് ഉള്ളൂ. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്?
സ്റ്റുഡൻസ് ഡൂയിങ് തിങ്സ് ആൻഡ് നോയിങ് വാട്ട് ആർ ദേ ഡൂയിങ് എന്നതാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അറിയുന്നതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് നമുക്ക് അറിയുന്നത് വിചാരിക്കാം. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടു ഓർ മോർ സ്റ്റുഡൻസ് ലേൺ ടുഗദർ. രണ്ടോ അതിലധികമോ സ്റ്റുഡൻസ് ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുക, ഒരുമിച്ച് ഇരുന്ന് പഠിക്കുക, ലേൺ ചെയ്യുക. അതിനെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്. ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ C1 അല്ലെ, C1 വരുന്ന ഓപ്ഷൻസ് നോക്കുന്നു. C1 വരുന്ന ഒരൊറ്റ ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോഴും നമുക്ക് ഓപ്ഷൻ എയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാട്ടോ. നമ്മൾ ആൻസർ പറഞ്ഞു ഓപ്ഷൻ ബി ആണെന്ന്. ബി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒന്നുകൂടെ നോക്കാം. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഡൂയിങ് തിങ്സ് ആൻഡ് നോയിങ് വാട്ട് ആർ ദേ ഡൂയിങ് എന്നതാണ്. സിറ്റുവേറ്റഡ് ലേണിംഗ് അല്ല, സിറ്റുവേഷൻ അല്ലെ, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡൂയിങ് ആൻഡ് ലേണിംഗ് ആസ് പെർ സർക്കിംസ്റ്റാൻസസ് അല്ല, സർക്കിംസ്റ്റാൻസസിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസിസിലാണ് അവിടെ ഡൂയിങ് അല്ലെ, ലേണിംഗ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ടു ഓർ മോർ സ്റ്റുഡൻസ് ലേൺ ടുഗദർ. രണ്ടോ അതിലധികമോ സ്റ്റുഡൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഒരുമിച്ച് ലേൺ ചെയ്യുന്നതിനെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗും കോപ്പറേറ്റീവ് ലേണിംഗും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്താണ്? ലേണിംഗ് ബൈ ഇമിറ്റേഷൻ ആണ് അല്ലെ. ലേണിംഗ് ബൈ ഇമിറ്റേഷൻ, ഒബ്സർവ് ചെയ്തുകൊണ്ട് പഠിക്കുക അല്ലെ, ഒബ്സർവ് ചെയ്ത് പഠിക്കാം. ലേണിംഗ് ബൈ ഇമിറ്റേഷൻ, ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഇമിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുന്നതിനെയാണ് ഓക്കെ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് ഓരോന്ന് എന്താന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. ആക്റ്റീവ് ലേണിംഗ്, സ്റ്റുഡൻസ് ഡൂയിങ് തിങ്സ് ആൻഡ് നോയിങ് വാട്ട് ദേ ആർ ഡൂയിങ് അല്ലെ. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിറ്റുവേറ്റഡ് ലേണിംഗ്, ഡൂയിങ് ആൻഡ് ലേണിംഗ് ആസ് പെർ സർക്കിംസ്റ്റാൻസസ്. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസ് അവരെ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്പെസിഫിക് സിറ്റുവേഷന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിന്റെ ബേസിസിലൊക്കെയാണ് അല്ലെ. അവിടെ നിന്നുകൊണ്ടാണ് സ്റ്റുഡൻസ് ലേൺ ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഒരു സ്പെസിഫിക് റിയൽ ലൈഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റോ ആണ് ലേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സിറ്റുവേറ്റഡ് ലേണിംഗ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്, ടു ഓർ മോർ സ്റ്റുഡൻസ് ലേൺ ടുഗദർ അല്ലെ. എങ്ങനെയാണ്? സ്റ്റുഡൻസ് ഒരുമിച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നോളജ് ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്കൊരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും. ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, ഒരുമിച്ചിരുന്ന് അവർക്ക് അറിയുന്നതായിട്ടുള്ള നോളജ് അവർ ഷെയർ ചെയ്യുന്നു. അതാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഒബ്സർവേഷണൽ ലേണിംഗ്, ലേണിംഗ് ബൈ ഇമിറ്റേഷൻ ആണ് അല്ലെ. ലേണിംഗ് ബൈ ഇമിറ്റേഷൻ, അതായത് ഇവിടെ മറ്റുള്ളവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലേണിംഗ് സ്റ്റൈൽ അതൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതാണ് ഒബ്സർവേഷൻ ലേണിംഗ്. ഈ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ അതിന്റെ മീനിങ് എന്താന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം അല്ലെ. യെസ്, second question, mental age and intelligence quotient are the indices used to indicate the developmental status of an individual on dash a particular scale of intelligence, a particular scale of efficiency, a particular scale of motivation, a particular scale of professionalism. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് ആൻസർ ചെയ്യൂ. യെസ്, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓക്കെ, ബി എന്ന് പറയുന്നുണ്ട് അല്ലെ. ബി, സി, ദെൻ ഡി, ബി, സി, ഡി വരുന്നുണ്ട്. എ ആർക്കും ഇല്ലേ ആൻസർ ആയിട്ട്? ഒന്നുകൂടെ നോക്കൂ. എ ആൻസർ ആയിക്കൂടെ? യെസ്, ആൻസർ ആവാം അല്ലെ. ഓക്കെ ഓക്കെ, യെസ്, എ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. എ പെർട്ടിക്കുലർ സ്കെയിൽ ഓഫ് ഇന്റലിജൻസ് എന്നതാണ് കേട്ടോ. നമുക്ക് നോക്കാം ഈ ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ളത്. മെന്റൽ ഏജ് എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ ഏജ് അതായത് ഒരു ആവറേജ്, അതായത് മെന്റൽ ഏജ് ഈസ് ദ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് കമ്പയർഡ് വിത്ത് ദ ആവറേജ് ലെവൽ എക്സ്പെക്ടഡ് അറ്റ് എ പെർട്ടിക്കുലർ ക്രൊനോളജിക്കൽ ഏജ് അല്ലെ. അതായത് ഒരു ക്രൊനോളജിക്കൽ ഏജ്, ആ ഒരു ക്രൊനോളജിക്കൽ ഏജിന്റെ ബേസിസിൽ ഒരു ആവറേജ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അതിന്റെ ആ ഒരു
അത് കമ്പയർ ചെയ്യുക, അതായത് ആ ഒരു ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു ലെവലിനെയാണ് മെന്റൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റലിജന്റ് കോഷ്യന്റ് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ന്യൂമറിക്കൽ മെഷർ ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റി ആണ് ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയുന്നത്. IQ നമുക്കറിയാം അല്ലെ. ഓക്കെ, അപ്പോ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ അവരുടെ ബർത്ത് റേറ്റ് അല്ലെ, ബർത്ത് ഡേറ്റ് ആണ് ആ ഒരു ഏജ്. അപ്പൊ അതിന്റെ ഒരു ആവറേജ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് അവരുടെ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് ഒക്കെ കമ്പയർ ചെയ്ത് ഒരു ആവറേജ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, അവരുടെ ക്രോണോളജിക്കൽ ഏജിന്റെ ബേസ്. അതാണ് മെന്റൽ ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പൊ മെന്റൽ ഏജ് ആൻഡ് ഇന്റലിജന്റ് കോഷ്യന്റ് ആർ മെഷേഴ്സ് യൂസ്ഡ് ടു അസസ് ആൻ ഇൻഡിവിജ്വൽസ് ഇന്റലക്ച്വൽ ഓർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് മെന്റൽ ഏജിന്റെയും ഇന്റലിജൻസ് കോഷ്യന്റ് IQ ഒക്കെ എന്ത് ചെയ്യുന്നത്, അത് മെഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടാണ് അതായത് മെന്റൽ ഏജും ഇന്റലിജൻസ് കോഷ്യന്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. IQ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു ട്രഡീഷണൽ ഫോർമുല ഉണ്ട് IQ കാൽക്കുലേറ്റ് ചെയ്യാൻ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് അവിടെ ഒരു ബർത്ത് റേറ്റ് ഉണ്ടല്ലോ, ബർത്ത് ഡേറ്റ്. ആ ബർത്ത് ഡേറ്റിന്റെ ബേസിസിലുള്ള ഏജ് ആണ്. അതിനെ നമ്മൾ മെന്റൽ ഏജുമായിട്ട് ഡിവൈഡ് ചെയ്ത്, മെന്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ആണ്. മെന്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം, അതായത് ദ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് കമ്പയർഡ് വിത്ത് ദ ആവറേജ് ലെവൽ എക്സ്പെക്ടഡ് അറ്റ് എ പെർട്ടിക്കുലർ ക്രോണോളജിക്കൽ ഏജ് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ക്രോണോളജിക്കൽ ഏജിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആവറേജ് ലെവൽ എത്രയാണെന്നുള്ളത്. ഓക്കെ, അതാണ് മെന്റൽ ഏജ്. ഓക്കെ, അപ്പൊ മെന്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ടു 100 ആണ് IQ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. യെസ്, ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ് അല്ലെ. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Senior citizens who continue learning will dash never suffer from Alzheimer and senile dementia, suffer from Alzheimer and senile dementia like all old persons, reduce chances of suffering from Alzheimer and senile dementia, suffer from disabilities other than Alzheimer's and senile dementia. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, യെസ്, ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? സി ആണോ? ഒന്നുകൂടെ നോക്കൂ, ഓപ്ഷൻ സി ആണോ ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. റെഡ്യൂസ് ചാൻസസ് ഓഫ് സഫറിംഗ് ഫ്രം അൽസിമർ ആൻഡ് സെനൈൽ ഡിമെൻഷ്യ. ഓക്കെ, ഓക്കെ, നോക്കാം. അതായത് ഇവിടെ ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, അതായത് ത്രൂ ഔട്ട് ലൈഫിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കാം അല്ലെ, ലേണിംഗ് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അതൊരു സീനിയർ സിറ്റിസന്റെ കേസിലാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പുതിയ സ്കിൽസ് അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ പസിൽസ് സോൾവ് ചെയ്യുക, ഇന്ററാക്ഷൻ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ അവരെന്ത് ചെയ്യണം, എൻഗേജ് ആവണം അല്ലെ. അതുവഴി അവരുടെ ഇന്റലക്ച്വലി അവരെന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ബ്രെയിൻ ഒന്നുകൂടെ ആക്റ്റീവ് ആവും. അപ്പൊ ഒരു സീനിയർ സിറ്റിസൺ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ത്രൂ ഔട്ട് ലൈഫിൽ അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂ സ്കിൽസോ അല്ലെങ്കിൽ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ലേണിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ ആക്റ്റീവ് ആവും എന്നാണ് പറയുന്നത് അല്ലെ. അവർക്ക് ഇന്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെ, ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. അവർക്ക് ബ്രെയിൻ ആക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് അതായത് കൊഗ്നിറ്റീവ് ഡിക്ലൈൻ, ഇപ്പൊ ഡിമെൻഷ്യ ഒക്കെ വഴി വരുന്ന കൊഗ്നിറ്റീവ് ഡിക്ലൈൻ അതൊരു ഡിലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ ബ്രെയിൻ ഷാർപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് അവിടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടുന്നുണ്ട്, അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയിൽ പറയുന്നത് നെവർ സഫർ എന്നാണ് പറയുന്നത്. അതായത് ലേണിംഗ് കനോട്ട് ഗ്യാരണ്ടി ദാറ്റ് എ പേഴ്സൺ വിൽ നെവർ ഡെവലപ്പ് അൽസിമേഴ്സ് ഓർ ഡിമെൻഷ്യ. ലേണിംഗ് ഒരിക്കലും നമുക്ക് ഒരു ഗ്യാരണ്ടി ഒന്നും നൽകുന്നില്ല, അതായത് അൽസിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ അങ്ങനെയുള്ള റിസ്കുകൾ വരൂല എന്നൊന്നും ലേണിംഗ് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നെവർ സഫർ അല്ലെ, ലേണിംഗ് കനോട്ട് ഗ്യാരണ്ടി. അപ്പൊ നെവർ സഫർ എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് അത് ഇൻകറക്റ്റ് ആയത്. കാരണം അത് ഗ്യാരണ്ടി തരുന്നില്ല, അതായത് ഒരിക്കലും അസുഖങ്ങളൊന്നും വരൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതാണ് ഇത് ഇൻകറക്റ്റ് ആയത്. സഫർ ലൈക്ക് ഓൾ ഓൾഡ് പേഴ്സൺസ് അല്ലെ, എല്ലാ ഓൾഡ് പേഴ്സൺസും അത് സഫർ ചെയ്യുന്നുണ്ട്, അതും ഇൻകറക്റ്റ് ആണ്. കാരണം ഏജ് അലോൺ ഡസ് നോട്ട് മീൻ എവരിവൺ വിൽ ഡെവലപ്പ് ഡിമെൻഷ്യ അല്ലെ. ഏജ് മാത്രം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല,
എല്ലാവർക്കും ഡിമെൻഷ്യ വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ഓൾഡ് പേഴ്സൺസും എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ടതും ഇൻകറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ഡി, സഫർ ഫ്രം അതർ ഡിസബിലിറ്റീസ് അല്ലെ, ദിസ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഹെൽത്ത് അല്ലെ. ഇതൊരിക്കലും എന്തല്ല, സഫർ ഫ്രം അതർ ഡിസബിലിറ്റീസ് എന്നാണ് അല്ലെ, വേറെയുള്ള ഡിസബിലിറ്റീസ് സഫർ ചെയ്യാന്നുള്ളത്. അതായത് ഇതൊരിക്കലും എന്തല്ല, ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് ലേണിംഗും കോഗ്നിറ്റീവ് ഹെൽത്തും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡ്യൂസ് ചാൻസസ് അല്ലെ, ഇത് വരാനുള്ള ചാൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ്, ഒരു സീനിയർ സിറ്റിസൺസിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടിന്യൂഡ് മെന്റൽ ആൻഡ് സോഷ്യൽ എൻഗേജ്മെന്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ബെറ്റർ കോഗ്നിറ്റീവ് ഹെൽത്ത് ആൻഡ് മേ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലേൺ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ഹെൽത്ത് നമുക്ക് ബെറ്റർ ആക്കാനും അതുവഴി നമുക്ക് റിസ്ക് അല്ലെ, ഹെൽത്ത് റിസ്ക് ഇഷ്യൂസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വന്നത്. യെസ്, ക്ലിയർ ആണ് അല്ലെ. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ curriculum and pedagogy in school learning should be holistic, integrated, enjoyable, flexible, engaging. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് പറയൂ. യെസ്, ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. എല്ലാവർക്കും ഓപ്ഷൻ സിയും ഡിയും തന്നെയാണോ? നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം വരുന്നുണ്ട് അല്ലെ. ഹോളിസ്റ്റിക് ആണ്, ഇന്റഗ്രേറ്റഡ് ആണ്, എൻജോയബിൾ, ഫ്ലെക്സിബിൾ, എൻഗേജിങ് ആണ്. ഓരോന്ന് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ആ ഒരു കുരിക്കുലം അല്ലെങ്കിൽ ആ ഒരു പെഡഗോഗി എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എല്ലാം വരുന്നുണ്ട് അല്ലെ. ഇത് ഹോളിസ്റ്റിക് ആണ് അല്ലെ, ഹോളിസ്റ്റിക് ആണ്. അതായത് അവിടെ നമ്മൾ ഡെവലപ്പ് സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു കുട്ടിയുടെ ലേണിംഗ് മാത്രമല്ല അല്ലെ, ഇന്റലക്ച്വലി, സോഷ്യലി, ഇമോഷണലി, ഫിസിക്കലി, ക്രിയേറ്റീവിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ്. ഇന്റഗ്രേറ്റഡ് ആണ് അല്ലെ. അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫറെന്റ് സബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെ, അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ലേണിംഗ് ഒക്കെ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അതായത് ഒരു ഐസൊലേഷൻ അല്ല അവിടെ ട്രീറ്റ് ചെയ്യുന്നത്, പരസ്പരം എല്ലാം തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ആണ്. എൻജോയബിൾ, ലേണിംഗ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ജോയ്ഫുൾ ആണ് അല്ലെ. ലേണിംഗ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് അല്ലേ, ജോയ്ഫുൾ അല്ലേ? യെസ് അല്ലേ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിനെ ഒന്നുകൂടെ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എൻജോയബിൾ എന്നുള്ളത് കറക്റ്റ് ആണ്. അത് ഫ്ലെക്സിബിൾ ആണ് അല്ലെ. ലേണിംഗ് എങ്ങനെയാണ്, ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണോ? അല്ല അല്ലെ. അതായത് ലേണേഴ്സിന്റെ ഡിഫറെന്റ് നീഡ്സും എബിലിറ്റിയും ഇൻട്രസ്റ്റിനും ഒക്കെ ബേസിസിലാണ് ലേണിംഗ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് എപ്പോഴും റിജിഡ് അല്ല, അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ലേണേഴ്സിന്റെ നീഡ്സ് എന്താണ്, അവിടെ എബിലിറ്റി, അവിടെ ഇൻട്രസ്റ്റ് എന്താണ്, ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും ലേണിംഗ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് ഫ്ലെക്സിബിൾ ആണ്. ദെൻ എൻഗേജിങ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ അവിടെ എൻകറേജ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇന്ററാക്ഷനിലൂടെയും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനിലൂടെയും ഒക്കെയാണ് നമ്മൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എൻഗേജ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു സ്കൂൾ എഡ്യൂക്കേഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു കുറിക്കുലം അല്ലെങ്കിൽ പെഡഗോഗി എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഹോളിസ്റ്റിക്, ഇന്റഗ്രേറ്റഡ്, എൻജോയബിൾ, ഫ്ലെക്സിബിൾ, എൻഗേജിങ്. ഓക്കെ ആണ് അല്ലേ, ക്ലിയർ ആണല്ലോ. യെസ്, സെറ്റ് ആണ്. ഇങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, active learning can be promoted by maintaining attention, prompting awareness, helping in theoretical knowledge, asking students to examine the material from alternative points of view. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആക്റ്റീവ് ലേണിംഗ് ക്യാൻ ബി പ്രൊമോട്ടഡ് ബൈ. ആക്റ്റീവ് ലേണിംഗിന് എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് അറ്റൻഷൻ ആണോ, പ്രോംപ്റ്റിംഗ് അവയർനെസ്, ഹെൽപ്പിംഗ് ഇൻ തിയററ്റിക്കൽ നോളജ്, ആസ്കിംഗ് സ്റ്റുഡൻസ് ടു എക്സാമിൻ ദ മെറ്റീരിയൽ ഫ്രം ആൾട്ടർനേറ്റീവ് പോയിന്റ്സ് ഓഫ് വ്യൂ. ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ എ, ഡി അല്ലെ. ഓക്കെ, ഡി എന്ന് പറയുന്നുണ്ട്, എ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആസ്കിംഗ് സ്റ്റുഡൻസ് ടു എക്സാമിൻ ദ മെറ്റീരിയൽ ഫ്രം ആൾട്ടർനേറ്റീവ് പോയിന്റ്സ് ഓഫ് വ്യൂ അല്ലെ. അതാണ് ആക്റ്റീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്, സ്റ്റുഡൻസിനെ നമ്മൾ ആക്റ്റീവ് ആക്കുകയാണ് അല്ലെ.
അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക, അവർക്ക് ഓരോ ടാസ്ക് കൊടുക്കുക, അവർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ആക്റ്റീവ് ലേണിംഗിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ എന്താണെന്നുള്ളത്. ആക്റ്റീവ് ലേണിംഗ് മീൻസ് സ്റ്റുഡൻസ് ആർ നോട്ട് ജസ്റ്റ് റിസീവിങ് ഇൻഫർമേഷൻസ് അല്ലെ. ആക്റ്റീവ് ലേണിംഗിൽ ജസ്റ്റ് ഇൻഫർമേഷൻസ് സ്റ്റുഡൻസ് റിസീവ് ചെയ്യാന്ന് മാത്രമല്ല, അവർക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രയോറിറ്റി റൈറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അതിനുള്ള ഒരു റൈറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫോക്കസ്ഡ് ആണ് അല്ലെ. സ്റ്റുഡൻസ് ഫോക്കസ്ഡ് ആണ്. ജസ്റ്റ് ടീച്ചേഴ്സ് പറയുന്നത് മാത്രം കേട്ട് പഠിക്കുക അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യാന്ന് മാത്രമല്ല, സ്റ്റുഡൻസിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ഉണ്ട്, സ്റ്റുഡൻസിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് തിങ്ക് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അത് ഡിസ്കസ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള പവർ സ്റ്റുഡൻസിന് ഉണ്ട് എന്നുള്ളതാണ് ആക്റ്റീവ് ലേണിംഗിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ് പോയിന്റ്സ് ഓഫ് വ്യൂവിൽ നിന്ന് സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, മെറ്റീരിയൽ ഒക്കെ എക്സാമിൻ ചെയ്യുന്നു, അത് ഒബ്സർവ് ചെയ്യുന്നു, ഇതൊക്കെ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് നടക്കുക, ആക്റ്റീവ് ലേണിംഗിലാണ് അല്ലെ. ക്രിട്ടിക്കലി അവർക്ക് തിങ്ക് ചെയ്യാനും കിട്ടിയ ഇൻഫർമേഷൻസ് അവർ അനലൈസ് ചെയ്യാനും അതിന്റെ പെർസ്പെക്റ്റീവിന്റെ ബേസിസിൽ അത് കമ്പയർ ചെയ്യാനും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു കൺക്ലൂഷനിൽ എത്താനും ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ആക്റ്റീവ് ലേണിംഗിൽ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയിൽ പറയുന്നത് മെയിൻറ്റെയിനിങ് അറ്റൻഷൻ എന്നുള്ളതാണ്. അറ്റൻഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സിംപ്ലി അറ്റൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ആക്റ്റീവ് ലേണിംഗ് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ. അറ്റൻഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഡസ് നോട്ട് നെസസറിലി മേക്ക് ലേണിംഗ് ആക്റ്റീവ് അല്ലെ. അത് മാത്രം കൊണ്ട് അല്ലെങ്കിൽ അറ്റൻഷൻ കൊണ്ട് മാത്രം അവിടെ ഒരു ആക്റ്റീവ് ലേണിംഗ് ഉണ്ടാവണം എന്നില്ല. ക്ലിയർ ആണല്ലോ. ദ പ്രോംപ്റ്റിംഗ് അവയർനെസ് എന്നാണ് പറയുന്നത്. അവയർനെസ് മാത്രമല്ല, അവയർനെസ്സും അവിടെ വേണ്ടതാണ്. പക്ഷെ അവയർനെസ് അലോൺ അല്ലെ, അവയർനെസ് കൊണ്ട് മാത്രം നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ദെൻ ഹെൽപ്പിംഗ് ഇൻ തിയററ്റിക്കൽ നോളേജ് അല്ലെ. തിയററ്റിക്കൽ നോളേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഈ സ്റ്റുഡൻസ് ഓൺലി റിസീവ് ഇൻഫർമേഷൻസ്, തിയററ്റിക്കൽ നോളേജിൽ നിന്ന് സ്റ്റുഡൻസിന് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അവർ ക്രിട്ടിക്കലി അത് തിങ്ക് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അത് ഡിസ്കസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒന്നും അവിടെ പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് മനസ്സിലായല്ലോ. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the following stages of child development according to Jean Piaget in increasing order. Operational stage, pre-operational stage, sensory motor stage, concrete operational stage, pre-conceptual thought stage. അല്ലെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ തന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരിക നോക്കൂ, എന്ന് പറയൂ. യെസ്, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി, ഡി? ജീൻ പിയാഷയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെ, 4 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അതൊന്ന് നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അതും ഇൻക്രീസിങ് ഓർഡറിലാണ് അല്ലെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ബി, സി. ബി, സി അല്ലെ, ഇതിൽ ഏതോ ഒന്നാണ്, നോക്കാം. ബി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. അതായത് ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രസ് ആണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ ലേണിംഗ് തിയറീസിൽ. അതായത് ഒരു 4 സ്റ്റേജസ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ബർത്ത് ടു 2 ഇയേഴ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് സ്റ്റുഡൻസ് സെൻസസ് യൂസ് ചെയ്തിട്ടും ഒക്കെയാണ് സ്റ്റുഡൻസ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ. സെൻസസിലൂടെയാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ലേൺ ചെയ്യുന്നതൊക്കെ ബർത്ത് ടു 2 ഇയേഴ്സ് വരെ. അതുകൊണ്ടാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 2 to 7 ഇയേഴ്സ് വരെ വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 2 to 7 ഇയേഴ്സ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ബർത്ത് ടു 2 ഇയേഴ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അല്ലെ. 2 to 7 ഇയേഴ്സ് അല്ലെ. ഇമാജസിലൂടെയും കുറച്ചുകൂടെ കുട്ടി ലോജിക്കലി തിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ലാംഗ്വേജ് ഒക്കെ കുട്ടിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് 7 to 11 ഇയേഴ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അതായത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നൊക്കെ പറയാം. അഡോളസെന്റ് ടു അഡൽട്ട് സ്റ്റേജ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ പ്രീ കൺസെപ്ച്വൽ തോട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു സബ് സ്റ്റേജ് ആയിട്ടാണ് അല്ലെ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു സബ് സ്റ്റേജ് ആയിട്ടാണ് പ്രീ കൺസെപ്ച്വൽ തോട്ട് സ്റ്റേജ് വരുന്നത് കേട്ടോ. 2 to 4 ഇയേഴ്സ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. 2 to
7 ഇയേഴ്സ് ആണ് അല്ലെ. 2 to 7 ഇയേഴ്സിൽ 2 to 4 ഇയേഴ്സിന് നമുക്ക് പ്രീ കോൺസെപ്റ്റൽ തോട്ട് സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണ് വരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അങ്ങനെ 4 സ്റ്റേജസ് ആണ്. പ്രീ കോൺസെപ്റ്റൽ തോട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ സബ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇയറിന്റെ ബേസിലാണ് നമ്മളോട് ഇവിടെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പൊ ഇയർ അല്ലെ, ഏജ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ സ്റ്റേജിനും എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഏജ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ അല്ലെ? യെസ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ.